എൻ്റെ ചില കൂട്ടുകാരും ഒപ്പമുണ്ട്, ഒന്നും ഉപയോഗിക്കില്ല. ആണോ? അത് നല്ല രസമാണ്, കമ്പനി കൂടി അത് നല്ല രസാട്ടാ. കാരണം ഞാൻ ഇങ്ങനെ ചിലപ്പോൾ ചില ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ട്, ചിലവന്മാർ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഈ കുളം എന്നിട്ട് ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട് എല്ലാവരും കൂടി ആടി വീണ്, അതൊക്കെ നല്ല രസം. റീൽസ് ആണെങ്കിൽ അത് കാണാൻ ഒരു നൊസ്റ്റാൾജിയ. അങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് നല്ലൊരു നൊസ്റ്റാൾജിയ. കാരണം ഇപ്പൊ ആരും അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഇപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കൊരു നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ അണ്ണൻ്റെ കൂട്ടുകാരൻ്റെ വൈഫ്. അതൊക്കെ ഇങ്ങനെ വന്നിരുന്ന് ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഹാപ്പിനെസ്സാണ് കിട്ടുന്നത്. ഇപ്പം അങ്ങനെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണ്ട. സത്യം പറഞ്ഞാൽ ആർക്കും അതിനൊന്നും സമയമില്ല. ഒരു കുറച്ചിപ്പോൾ ഞാൻ തന്നെ, ഞങ്ങൾ ഓഫീസിലിരുന്ന് അധികം സംസാരിക്കില്ല, പക്ഷെ ഞങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ സംസാരിക്കും. അതേ കണക്ക് തന്നെ ഞാൻ ആ ചേച്ചീനെ റെയിൽവേ ഗേറ്റ് വരെ കൊണ്ടാക്കണ സമയത്തും ഇന്ന് ആള് പറഞ്ഞ് പോളയത്തോട് വന്നിറങ്ങണ ആളാ നേരെ ഇവിടെ വന്നിറങ്ങി. കാരണം എന്തുവാ, രണ്ടിനും ബോധമില്ല. ചേച്ചി കഥ പറഞ്ഞു, ഞാനും കഥ പറഞ്ഞു. കഥ കേട്ട് ലാസ്റ്റ് തുണിക്കടയൊക്കെ മറന്നുപോയി. പറയാ അതെന്താണെന്നറിയോ, ഒന്നെങ്കിൽ മുമ്പിൽ വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഇച്ചിരി ബോധം വേണം, അല്ലെങ്കിൽ പുറകെ ഇരിക്കുന്ന ആൾക്ക് ഇച്ചിരി ബോധം വേണം. ഇത് രണ്ടിനും ബോധം ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാ പറഞ്ഞത്.